അമേരിക്കയ്ക്ക് താൽക്കാലികമായ എയർബേസ് തുടങ്ങാൻ വേണ്ടി പെട്രോ സാഞ്ചസിനോട്, അതായത് സ്പെയിനിന്റെ പ്രധാനമന്ത്രിയോട് ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകില്ല, നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം സ്പെയിനെതിരെ തുടരെയായി കടുത്ത വാദങ്ങൾ അമേരിക്ക ഉന്നയിച്ചു. ഫ്രാൻസിനോടും ഇപ്പോൾ കടുത്ത വിരോധത്തിലാണ് അമേരിക്ക. ഇസ്രയേലിന്റെയും പൊതുശത്രുവായി ഫ്രാൻസും സ്പെയിനും ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ സുരക്ഷാ സമിതിയിലെ അംഗ രാജ്യങ്ങളിൽ അമേരിക്കയെ കൂടുതൽ രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് താവളം ഒരുക്കലല്ല മറ്റുള്ള രാജ്യങ്ങളുടെ പണിയെന്നും മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടാൽ പ്രശ്നം വഷളാകുമെന്നും സ്പാനിഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒക്കെ എന്തുകൊണ്ട് ഉന്നയിക്കുന്നു? പെട്രോ സാഞ്ചസും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണും കൃത്യമായി പറയുകയാണ്, അമേരിക്കയുടെ അധിനിവേശം അത് മിഡിൽ ഈസ്റ്റിലേക്കായിരുന്നാലും മറ്റ് പ്രവിശ്യകളിലേക്കായിരുന്നാലും അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് അമേരിക്കയ്ക്ക് വാലും ചുരുട്ടി ഓടേണ്ടി വരുന്നത്. ആയുധ കച്ചവടമാണല്ലോ അമേരിക്കയുടെ പ്രധാന വരുമാനം. ആ ആയുധ കച്ചവടത്തിൻ്റെ ഒരു 40% ഇറാനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടുവെന്നാണ് അനൗദ്യോഗിക കണക്ക്. ഒന്നാലോചിക്കണം, ഈ വർഷം ശരാശരി കിട്ടേണ്ട വരുമാനത്തിൽ അമേരിക്കയ്ക്ക് 40% ഇടിവുണ്ടായിരിക്കുന്നു. യുദ്ധ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ അതുമായി അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അമേരിക്ക ചെലവഴിച്ച തുകയിൽ വൻ നഷ്ടമുണ്ടായിരിക്കുന്നു എന്നാണ് ആഭ്യന്തര റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ നെറുകേട് കാരണമാണെന്നും മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് വാസ്തവത്തിൽ അമേരിക്കയെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുകയാണെന്നും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും കറൻസികൾ ഔദ്യോഗികമായി എണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ GCC രാജ്യങ്ങളുമായി സംസാരിച്ച് അത് സ്ഥിരപ്പെടുത്തി കൊടുത്താൽ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടമെന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ വ്യാപാര നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു പോക്കിലേക്ക് തന്നെയാണ് അമേരിക്ക പോകുന്നത്. അതായത് കടക്കണിയിലേക്ക് മുങ്ങിത്താഴാൻ അമേരിക്ക പോകുന്നു. അമേരിക്കയ്ക്ക് സാമ്പത്തിക മാന്ദ്യം വീണ്ടും സംഭവിക്കാൻ പോകുന്നു. അതൊരു പക്ഷേ സമാനതകളില്ലാതെ അമേരിക്കൻ ഭരണകൂടത്തെ വരിഞ്ഞു മുറുകും. ലോക ജനത കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണത്. ഏകാധിപത്യത്തിനും അഹങ്കാരത്തിനും കിട്ടാൻ പോകുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരിക്കും അത്. ഇറാനെ പോലൊരു രാജ്യം, ആണവായുധം പോലും കയ്യിലില്ലാത്തൊരു രാജ്യത്തോട് ഏറ്റുമുട്ടി സാമ്പത്തിക പ്രതിസന്ധി സ്വയം വരുത്തി വെക്കേണ്ടി വരുന്ന, സ്വയം വിനാശത്തിലേക്ക് പോകുന്ന ഒരു രാജ്യമായി മാറുന്നു. പണ്ട് UN സെക്രട്ടറി ആയിരുന്ന, വിദേശ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞത് സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന്. എന്നാൽ അതുപോലെ തന്നെ സ്വയം നശിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. മറ്റുള്ളവൻ്റെ അന്യൻ്റെ ആസ്തി കണ്ട് അതിൽ ഭ്രമിച്ച് അത് അടിച്ചു മാറ്റാൻ എന്ത് വൃത്തികേടും ചെയ്യുന്ന അമേരിക്കയ്ക്ക് സ്വന്തം കടക്കണിയിൽ നിന്നും മോചനം ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് താഴുകയാണ്.